അവൻ ഈ ലോകത്തോട് യാത്ര പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നാട്ടുകാർ മുഴുവനും വന്ന് കണ്ടുകഴിഞ്ഞു. നാട്ടുകാർ മുഴുവനും വന്ന് കണ്ടുകഴിഞ്ഞു. പള്ളിക്കാട്ടിലെ ഖബർ ഒരുങ്ങി. അല്ലാഹുവേ, മയ്യത്ത് കെട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ സദസ്സിലിരിക്കുന്നവര് നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ നടക്കുന്ന രംഗമാണ്. അല്ലാഹുവേ, ഇന്ന് വയല് കഴിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നാളെ രാവിലെ പടച്ചവര് കുറ്റിത്തെരുവ് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നാളെ നിന്റെ വീട്ടിലെ ടാർപ്പ വലിച്ചു കെട്ടുകയാ. നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ കാണാൻ വരികയാണ്. അവസാനം മയ്യത്ത് കെട്ടില് കൊണ്ടുവന്നു, കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു. ഉസ്താദന്മാര് ദുആ ചെയ്തു. നിന്റെ ജനാസ റബ്ബേ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുചെല്ലുകയാ. അതാ പള്ളിയിലേക്ക് കൊണ്ടുചെന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പിന്നെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് ഇറക്കുമല്ലോ. നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ മുൻകറും നക്കീറും വരുന്നതിന് മുമ്പ് ഖബറിലേക്ക് മുൻകറും നക്കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ. അവരെ ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മലക്കുകൾ ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചില കാര്യങ്ങൾ നേരിടേണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് കാണേണ്ടവര് മുഴുവനും കണ്ടു കഴിഞ്ഞു. അതാ മയ്യത്ത് കെട്ടിനകത്തിരിക്കുന്ന സ്ട്രെച്ചറിനകത്ത് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് അല്ലാഹുവേ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒന്നാമതായി നടക്കുന്ന സംഭവം എന്തെന്നറിയുവോ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുകയാ, ആ മയ്യത്തിനോട് ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒന്നാമത്തെ രംഗം എന്തെന്നറിയുമോ? എല്ലാ മയ്യത്തിനോടും ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറുപ്പക്കാരാ, നാവുണ്ടടാ, ഖബറിന് സംസാരിക്കുന്ന നാവുണ്ട്. പെണ്ണുപോരെ, ഖബർ ഒരുപാട് കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നുണ്ട്. പള്ളിക്കാട്ടില് പലരെയും കൊണ്ടുപോയി നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന എത്രയോ പേരുടെ പച്ച ശരീരം കൊണ്ട് മണ്ണില് കുടിച്ചിട്ടവനല്ലേ. ആ പള്ളിക്കാട്ടിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് നിനക്ക് എവിടെയോ 6 അടി മണ്ണിന്റെ സ്ഥലമുണ്ടടാ. ആ ഖബർ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നീ കേൾക്കാനിട്ടാ ചെറുപ്പക്കാരാ, നീ കേൾക്കാനിട്ടാണ് വാപ്പോ. നിനക്കത് കേൾക്കാ സമയമില്ലല്ലോ. അവിടെ നിന്നല്ലേ രാഷ്ട്രീയം പറയുന്നത്, അവിടെ നിന്നല്ലേ പച്ചകറച്ച് നിന്നുന്നത്, അവിടെ നിന്നല്ലേ നീ തമാശ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും, 30 വർഷം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാർ തങ്ങൾ പറഞ്ഞു തരുമ്പോ അതിലെ ഒരു സ്ഥലം ഏതെന്നറിയുമോ? ഖബർസ്ഥാനാണ് ചെറുപ്പക്കാരോ. പള്ളിക്കാട്ടിൽ പോയി നിന്ന് സംസാരിക്കല്ലോ. 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ് പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ചിരിക്കല്ലേടോ, അവിടെ നിന്ന് തമാശ പറയല്ലേ.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പള്ളിക്കാട്ടിൽ നിന്ന് ചിരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിലൂടുമ്പോ കുറ്റത്തെരുവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എങ്ങനെയാ കടന്നു വരുന്നത്? പട്ടിയുടെ കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഖബർ പള്ളിക്കാട് നിനക്ക് തമാശ പറയാനുള്ളതല്ലോ, നിനക്ക് ചിരിക്കാനുള്ളതല്ലോ, രാഷ്ട്രീയം പറയാനുള്ളതല്ലോ, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. ആ പള്ളിക്കാട്ടിൽ നിന്ന് കരയേണ്ട സ്ഥലമാണ്. അല്ലാഹുവേ, പ്രവാചകനവിടുന്ന് പറയുകയോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ആ ഖബറിന്റെ അവസ്ഥയെക്കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിലേ, ആ ഖബറിന്റെ അവസ്ഥയെക്കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കില്, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദരി. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാട് നീ അറിഞ്ഞിരുന്നെങ്കിലോ, നീ ഭക്ഷണം കഴിക്കൂല, നീ വെള്ളം കുടിക്കൂല, നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ചിട്ടല്ലാതെ നിനക്കതിന് കഴിയില്ല എന്ന് പ്രവാചകന് വിടന്ന് പറഞ്ഞു തരുമ്പോ, കഴിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ, ഖബർ നിനക്ക് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അതാ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടില്ല, പരലോകത്തെക്കുറിച്ച് ഓർത്തിട്ടില്ല, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ടില്ല, വിചാരണയുടെ രംഗത്തെക്കുറിച്ച് ഓർത്തിട്ടില്ല, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴെന്നറിയുമോ? അത് ഖബർ കാണുന്ന സമയമായിരുന്നു പൊന്നുപോരെ, അത് ഖബർ കാണുന്ന സമയമായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബർ നമ്മളോട് സംസാരിക്കുകയാണ്. പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടന്നവരെ, നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് ജനങ്ങൾ ചുമന്നുകൊണ്ടിറങ്ങുകയാണ്. നിന്റെ വാപ്പയുണ്ട്, നിന്റെ കൂടപ്പിറപ്പുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, എല്ലാവരും നിന്റെ ജനാസ ചുമന്നുകൊണ്ടിറങ്ങുമ്പോ ഖബർ വിളിക്കുന്ന, എടാ വൃത്തികെട്ടവരെ, എടാ അഹങ്കാരി, നിന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമടാ, സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കാരണം എങ്ങനെയാണെന്ന് നിനക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ ആദ്യം ആ മനുഷ്യനോട് സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. നമുക്കെല്ലാവർക്കും കേൾക്കാം, അല്ലാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നീ വിചാരിച്ച ഓരോ മനുഷ്യനെയും പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടാൻ വെറുതെ അല്ല അല്ലാഹ് അതിങ്ങനെ പറഞ്ഞിരിക്കണേ. കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞത്, എടാ കുഴിച്ചിടുമ്പോ നീ ഒരു ദിവസം ഇങ്ങനെ പോകേണ്ടവനാ. നീ ഇനി മുതൽ പള്ളിക്കാട്ടി പോകുമ്പോ ചിന്തിക്കണം, നിന്നെ എവിടെയോ അല്ലാഹു സൃഷ്ടിക്കാൻ ഒരു പിടി മണ്ണ് വാരിയ സ്ഥലമുണ്ട്. ആ സ്ഥലം നിന്നോട് പറയുന്നുണ്ട്, സിറാജേ നേരെ ചൊവ്വ നടന്നോടാ, നീ ഇങ്ങോട്ട് വരാനുള്ളവനാ. എന്റെ മുകളിലൂടെ നീ അഹങ്കരിച്ച് നടന്ന അവസാനം എന്റെ വയറ്റി വരുമ്പോ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മയ്യത്തിനോട് ആദ്യമായിട്ട് ഖബറാണ് സംസാരിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഖബർ സംസാരിക്കുന്നു. അതുകൊണ്ട് ആ മൃഗങ്ങള് പള്ളിക്കാട്ടി നിൽക്കാത്ത, ഓടാ കയറും പൊട്ടിച്ചിട്ട് ഓടാ നിൽക്കാ. കാരണം എന്തേ? ചുമന്നുകൊണ്ട് പോകുന്ന വാപ്പയുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന മക്കളോട് വാപ്പ പറയാ, മോനെ കൊണ്ടുപോകല്ലേടാ, എന്നോടൊരൽപ്പമെങ്കിലും നിനക്ക് ദയയും സ്നേഹം ഉണ്ടെങ്കിൽ ഉപ്പാനെ കൊണ്ടുപോയി ആ കുഴിയിടല്ലേ. ഇങ്ങനെ ഉപ്പ വിളിച്ചു പറയാ. ഉപ്പാടെ ആത്മാവ്, ഉമ്മാന്റെ ആത്മാവ്, സഹോദര നിന്റെ കൂട്ടുകാരന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയും. അത് കാണാൻ വയ്യാത്തോണ്ടാ മൃഗങ്ങളൊക്കെ ഓടുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ജനാസ കൊണ്ടുപോയി ഇനി എത്ര പറഞ്ഞാലും ഒരാളും നിന്നോട് കരുണ കാണിക്കില്ല. കൊണ്ടുപോയി അകത്തോട്ടിടും, കൊണ്ടുപോയി അകത്തോട്ടിടും. അള്ളാഹുവെ ഒരു പിടി മണ്ണ് വാരി വെച്ചു, പലകയെടുത്ത് നിരത്തി. പിന്നെ മത്സരമാണ് മണ്ണുവാരിയിടാൻ. അള്ളാഹുവെ മണ്ണുവാരിയിടാൻ എന്തോ വലിയൊരു ആഘോഷം പോലെയാ. പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തേക്ക് മണ്ണുവാരിയിടുമ്പോ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ പെടന്ന് പറയുകയാ, ഞാനും നിങ്ങളും കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ രംഗമെന്തെന്നറിയുമോ? തമാശയല്ല ചെറുപ്പക്കാരാ, തമാശയല്ല പെങ്ങളോ.
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നുണ്ട്, പള്ളിക്കാട്ടിൽ കിടക്കുന്ന സർവ്വ കബറാളികളും നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പള്ളിക്കാട്ടിലെ സർവ്വ കബറാളികളുടെ സംസാരവും നമുക്ക് കേൾക്കാ. ചെറുപ്പക്കാരാ, ഒരുപാട് പേരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയവനല്ലേ, ഒരുപാട് പേരുടെ ജനാസ ഞാനും നിങ്ങളും കൊണ്ടുപോയി കബറടക്കി വരില്ലേ. നിന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യനാണെങ്കിൽ അവനെ വിളിക്കുന്നു, എടാ വൃത്തികെട്ടവരെ, എടീ വൃത്തികെട്ടവരെ, എടാ നശിച്ചു പോയവരെ. അല്ലാഹുവേ, നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ മുഴുവനും അവിടുന്ന് കരഞ്ഞുകൊണ്ട് നിന്നെ ശപിക്കുകയാ. എന്തിനാണ് ശപിക്കുന്നതെന്നറിയുമോ? അവര് ചോദിക്കുന്നു, എടാ നീയല്ലേടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, നീയല്ലേ എന്റെ ജനാസ പൊതിഞ്ഞത്, നീയല്ലേ കബറിന്റെ അകത്തിന്റെ ജനാസ ഇറക്കി വെച്ചത്, എനിക്ക് കബറ് വെട്ടിയത് നീയായിരുന്നില്ലേടാ. എടാ, എനിക്ക് തൗബ ചെയ്യാ സമയം കിട്ടിയില്ല, എനിക്ക് അല്ലാഹുവോട് ചെയ്തു പോയ പാപങ്ങളും നീ ഏറ്റുപറയാ സമയം കിട്ടിയില്ല. നിനക്കല്ല ഒരുപാട് അവസരം തന്നല്ലോ, ഒരുപാട് ചാൻസ് തന്നല്ലോ. എടാ, ഒരസ്തഗ്ഫിറുള്ള പറഞ്ഞാ മതിയായിരുന്നല്ലോ, അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ, നീ ഒരു തൗബ ചെയ്യാതെ മരിച്ചു പോയല്ലോടാ. നിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളുകൾ മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്തിട്ട് മരിക്കാവോ? തൗബ ചെയ്തിട്ട് മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മജ്ലിസിനോട് മജ്ലിസിനോട് ഓതിയ സദസ്സാണ് അല്ലാഹുവേ. ഈ സദസ്സിന്റെ അവസാനം ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത തൗബ ചെയ്തിട്ട് പിരിയാ. ഈ സദസ്സിൽ നിന്ന് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ഇന്ന് രാത്രി മരണപ്പെട്ട ആ മനുഷ്യന്റെ ജനാസ നാളെ കുറ്റിത്തെരുവ് പള്ളിയുടെ കബർസ്ഥാനിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മറ്റുള്ള കബറാളികൾക്ക് നാളെ പെരുന്നാളിന്റെ ആഘോഷമോ, അവർക്ക് വല്ലാത്ത സന്തോഷമോ. നാളെ ഉത്സവമാണ് ചെറുപ്പക്കാരോ. തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ കബറാളികൾക്ക് വല്ലാത്ത സന്തോഷമോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി